ഹലോ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മാക്ബുക്ക് പ്രോ ആണ്. മാക്ബുക്ക് പ്രോയിൻ്റെ തന്നെ M5 ചിപ്പുള്ള മാക്ബുക്ക് ആണ് നമ്മുടെ നിന്നുള്ളത്. നിങ്ങൾ നമ്മുടെ മാക്ബുക്ക് എയറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. നമ്മൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാക്ബുക്ക് എയറിൻ്റെ ഒരു ഒരു മൊത്തം അതിനകത്ത് എന്തൊക്കെയാണ് അതിനകത്ത് കുറവുകൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. നമുക്ക് ഇനി എന്തായാലും നമ്മുടെ ബോക്സ് അൺബോക്സ് ചെയ്യാം. നമ്മൾ എല്ലാ പ്രാവശ്യവും പോലെ നമുക്ക് ഈ ഒരു ഫുൾ സ്ട്രിപ്പാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഫുൾ സ്ട്രിപ്പ് തന്നെ നമുക്ക് ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മേളിലും താഴെ നമുക്കിതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് താഴോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഈ പെട്ടി തൽക്കാലത്തേക്ക് സൈഡാക്കാം. പിന്നെ നമുക്ക് കിട്ടുന്ന സാധനമാണ് നമ്മുടെ ഈ ഒരു പ്രോ, നമ്മുടെ മെയിൻ സാധനം. അത് നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം. ബാക്കി എന്തൊക്കെ നമുക്ക് ഈ ഒരു പെട്ടിക്കകത്ത് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഒരു പെട്ടീൻ്റെ അകം വരുന്നത്. പെട്ടീൻ്റെ അകത്ത് വരുന്നത് ഇതുപോലെ നമുക്ക് പെട്ടിക്കകത്ത് ബുക്കും പേപ്പറും വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കേബിൾ വരുന്നുണ്ട്, ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഈ കാണുന്ന പോലെ തന്നെ ബ്ലാക്ക് USB Type-C ചാർജിങ് പോർട്ടാണ് നമുക്ക് വരുന്നത്. ചാർജിങ് കേബിളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അത് വരുന്നുണ്ട്. നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാർജിങ് ബ്ലോക്ക് വരുന്നുണ്ട്. ചാർജിങ് ബ്ലോക്ക് നമുക്ക് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ചാർജിങ് ബ്ലോക്ക് വരുന്നത്. 70 വോൾട്ടിൻ്റെ നമ്മുടെ ചാർജിങ് ബ്ലോക്കാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നല്ലൊരു വൈറ്റ് കളറിലുള്ള ഒരു ചാർജിങ് ബ്ലോക്കാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഇതിനകത്ത് 70 വാട്ട്സിൻ്റെ ചാർജിങ് ബ്ലോക്കാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇതിനകത്ത് എനേബിൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനേബിൾഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു 70 വാട്ട്സിൻ്റെ നമുക്ക് ആ ഒരു ബ്ലോക്ക് വരുന്നുണ്ട്. അതല്ലാണ്ട് നമുക്ക് ഈ ഒരു പെട്ടിക്കകത്തൊന്നും വരുന്നില്ല. ഇത്രയാണ് നമുക്ക് ഈ ഒരു പെട്ടിക്കകത്ത് നമുക്ക് വരുന്നത്. ഇപ്പോൾ തൽക്കാലം ഇതൊക്കെ ബ്രൈഡഡ് കേബിളും ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് തന്നെ തിരിച്ച് നോക്കാം. ബുക്കും പേപ്പറും ഉണ്ട്. ബുക്കും പേപ്പറും നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു പെട്ടി മാറ്റി വെക്കാം. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇതാണ് നമുക്ക് ആ ഒരു ബുക്കും പേപ്പറും വരുന്നത്. ബുക്കും പേപ്പറിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ആ ഒരു മാക്ബുക്കിൻ്റെ ഒരു ചെറിയൊരു പേപ്പർ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് അതുപോലെ വേറൊരു ചെറിയ പേപ്പർ വരുന്നുണ്ട്. അതല്ലാണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഓപ്പൺ ചെയ്യാനുണ്ടോ? ആകെക്കൂടി ഈ ഒരു 2 പേപ്പർ ഇതിനകത്ത് വരുന്നുള്ളൂ. ഈ ഒരു ചെറിയ 2 പേപ്പർ വരുന്നുണ്ട്. അതിനുവേണ്ടിയാണ് നമുക്ക് ഈ ഒരു മൊത്തം സാധനം വന്നേക്കുന്നത്. ഇത് നമുക്ക് ഊരാനൊന്നും പറ്റത്തൊന്നുമില്ല. ആകെക്കൂടി ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് വരുന്ന സാധനങ്ങൾ. ഇപ്പോൾ തൽക്കാലം ഇതൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് വെച്ചിട്ട് നമ്മുടെ മെയിൻ സാധനത്തിലേക്ക് നമുക്ക് പോവാം. ഇതാണ് നമ്മുടെ മെയിൻ സാധനം വരുന്നത്, നമ്മുടെ മാക്ബുക്ക് പ്രോ വരുന്നത്. നമുക്കിതെന്തായാലും ഇനി അൺബോക്സ് ചെയ്യാം. നമ്മൾ ഈ സ്ഥിരം നമുക്ക് ആപ്പിളിൻ്റെ പ്രൊഡക്ട്സിൽ വരുന്ന പോലത്തെ ആ ഒരു ഇതാണ് വരുന്നത്. ഞാൻ ഇതിനകത്ത് നമ്മൾ ഈ ഒരു കാണുന്ന പോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് കളറാണ് ഞാൻ പ്രിഫർ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇതാണ് ഞാൻ വാങ്ങിയത്. നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ നമുക്കിവിടെ മാക്ബുക്ക് പ്രോന്ന് ഇവിടെ ഒരു എൻഗ്രേവിങ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ 2 USB Type-Cൻ്റെ 2 പോർട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ 3.5mm ഓഡിയോ ജാക്ക് നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ചാർജിങ്ങിൻ്റെ ആ ഒരു പോർട്ട് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് നേരെ ഇതിങ്ങോട്ട് തിരിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു HDMI പോർട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു HDMI പോർട്ട് വരുന്നുണ്ട്. USB Type-Cൻ്റെ ഒരു പോർട്ട് വരുന്നുണ്ട്. അതുപോലെ SD കാർഡ് ഇടാൻ പറ്റുന്നൊരു സ്ലോട്ട് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. SD കാർഡ് സ്ലോട്ട് നമുക്ക് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ നമ്മുടെ ആ ഒരു മാക്ബുക്ക് എയർ ആയിട്ട് ഡിഫറൻസ് വരുന്നത്. നമുക്ക് ഈ ഒരു SD കാർഡ് സ്ലോട്ടും അതുപോലെ HDMIൻ്റെ ഇവിടെ ഒരു സ്ലോട്ടും അതുപോലെ നമുക്ക് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സ്ട്രാ USB Type-Cൻ്റെ ഒരു പോർട്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമുക്കിനി എന്തായാലും നമ്മുടെ ഈ മെയിൻ സാധനം ഓപ്പൺ ചെയ്യാം.
നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുമ്പോട്ട് തന്നെ നമ്മൾ ആദ്യം ഇത് ഓപ്പൺ ചെയ്യുന്നു. ആ ഒരു സൗണ്ട് വന്നു. നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു പേപ്പറുണ്ട്, ആ സാധനം അങ്ങ് മാറ്റാം. ഇതാണ് നമ്മുടെ ആ ഒരു ഇനീഷ്യൽ നമുക്ക് ആ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ബൂട്ടിങ് അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ് സെലക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. കൺട്രി നമുക്ക് സെലക്ട് ചെയ്യാനുണ്ട്, അത് സെലക്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഡാറ്റയൊക്കെ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ നമ്മൾ ഡാറ്റ ഒന്നും നമുക്ക് തൽക്കാലം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. സെറ്റപ്പ് ആസ് ന്യൂ നമ്മൾ കൊടുത്തു. കണ്ടിന്യൂ നമ്മൾ ഞെക്കി. പിന്നെ നമുക്ക് ഇതിനകത്ത് ആക്സസിബിലിറ്റി ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കാണാൻ പറ്റും. വിഷൻ, മോട്ടർ, ഹിയറിംഗ്, കോഗ്നിറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും നമ്മളിപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല. നോട്ട് നൗ നമ്മൾ കൊടുത്തു. പിന്നെ നമുക്ക് ഇതിനകത്ത് വൈഫൈ ഉണ്ട്. വൈഫൈ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വൈഫൈ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആ ഒരു ഡാറ്റ ആൻഡ് പ്രിവസീൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കത് കണ്ടിന്യൂ കൊടുക്കാം. പിന്നെ നമുക്കിത് അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേരും അതുപോലെ നമ്മുടെ പാസ്വേഡും നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ആ ഒരു അക്കൗണ്ട് ക്രിയേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കിനിയിപ്പോൾ ആപ്പിൾ ID ആയിട്ട് നമുക്കിത് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി മുമ്പോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ആപ്പിൾ ID കൊടുക്കാം. നമ്മളിപ്പോൾ ആ ആപ്പിൾ ID കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വേറെ മൊബൈൽ ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊരു 1 ടൈം കോഡ് വരും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കണക്റ്റ് ആവും. ഇപ്പോൾ ഇതൊരു നമ്മുടെ iCloudഉം അതുപോലെ ആപ്പിൾ സ്റ്റോറും ഒക്കെ ആയിട്ട് നമുക്കിത് ഇപ്പോൾ ഒന്ന് സിങ്ക് ആവുകയാണ് ഇപ്പോൾ മൊത്തം ആ ഡിവൈസ്. നമുക്ക് ആ ലൊക്കേഷൻ എനേബിൾ ചെയ്യാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് തൽക്കാലത്തേക്ക് ഡോൺ യൂസ് കൊടുക്കാം. ബാക്കി കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് വിടാം. ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് തൽക്കാലത്തേക്ക് സെറ്റപ്പ് ലേറ്റർ കൊടുക്കാം. അതുപോലെ ഫിംഗർ പ്രിൻറ്റിൻ്റെ നമുക്ക് ID സെറ്റ് ചെയ്യാനുള്ളതുണ്ട്. ജസ്റ്റ് പെട്ടെന്ന് ID നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇതൊക്കെ പട്ടേന്നായിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിത് അപ്ഡേറ്റ് മാക്ബുക്ക് ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞൊരു ഇത് കാണിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് അത് കൊടുക്കാം. നമുക്ക് എന്തായാലും വൈഫൈ കണക്റ്റഡ് ആയതുകൊണ്ട് ആ ഒരു അപ്ഡേഷന് കാര്യങ്ങൾ പ്രശ്നമൊന്നുമില്ല. സോ അതായി. അതോടെ നമ്മുടെ ഫൈനൽ ബൂട്ടിംഗ് പ്രോസസ്സ് കഴിഞ്ഞു. നമുക്കിപ്പോൾ ആ ഒരു വെൽക്കം സ്ക്രീന് കാണാൻ പറ്റും. നമുക്കിനി ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ എല്ലാം നമുക്ക് കുറച്ച് വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു സ്ക്രീൻ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻ നമുക്ക് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്താ പറയുക, iCloudമായിട്ട് നിങ്ങൾ ഡാറ്റയൊക്കെ സിങ്ക് ചെയ്തിട്ടേക്കുകയാണെങ്കിൽ എല്ലാ ഡാറ്റാസും തന്നെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആവും. പക്ഷെ നമ്മൾ തൽക്കാലത്തേക്ക് സിങ്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആവാത്തത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ മാക്ബുക്കിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം എനിക്കിനി കുറച്ച് ആപ്പ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പരിപാടികളൊക്കെ ചെയ്യണം. കാരണം ഞാനിത് നമ്മുടെ മാക്കിൽ നിന്ന് അല്ലെങ്കിൽ മാക്ബുക്ക് എയറിൽ നിന്ന് നമ്മൾ ഇതിനകത്തോട് ട്രാൻസ്ഫർ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നെങ്കിൽ എല്ലാ പരിപാടിയും ഇതിനകത്ത് ഫുൾ സെറ്റപ്പായി അങ്ങനെ നമുക്ക് കിട്ടിയേനെ. എനിക്കിപ്പോൾ അങ്ങനെ ഇപ്പോൾ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്കിനി അതിൻ്റെ ഇനീഷ്യൽ എന്താ പറയുക ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു മാക്ബുക്ക് പ്രോയിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ കാരണം ഇതാണ്. നമുക്ക് ഇതിനകത്തെ ആ ഒരു വെൻ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് തെർമൽ ഒരു ബാലൻസിങ് കുറച്ചും കൂടെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടും. നമ്മുടെ എന്താ പറയുക നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സ്മൂത്ത് ആവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രോയിലേക്ക് പോയത്. പിന്നെ നല്ലൊരു ഡീലിലും കൂടെ കിട്ടിയപ്പോൾ നമ്മൾ ഈ ഒരു സാധനം എടുത്തു. അതുപോലെ നമ്മുടെ മാക്ബുക്ക് എയർ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെല്ല് ചെയ്തു. നമ്മളത് കൊടുത്തിട്ടാണ് ഈ സാധനം നമ്മൾ മേടിച്ചത്. നമുക്കിനി 2 ഡിവൈസിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മാക്ബുക്ക് പ്രോയിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്യുകയാണ്. അതുപോലെ നമുക്കിത് സ്പെക്ക് വരുന്നത് 512 GB SSD, അതുപോലെ 10 കോർ GPU CPU എല്ലാം സെയിം. അതുപോലെ പിന്നെ നമുക്കിതിനകത്ത് വരുന്നത് അതുപോലെ നമുക്കിതിനകത്ത് റാം വരുന്നത് 16 GB റാമാണ് നമുക്കിതിനകത്ത് വരുന്നത്. നമുക്കിതിൻ്റെ ഹയർ സ്പെക്കിലോട്ടൊന്നും നമ്മൾ പോയില്ല. നമുക്ക് കാരണം നമ്മൾ FCP ആയതുകൊണ്ട് തന്നെ ആപ്പിളായിട്ട് കോമ്പാക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കുറച്ച് ഉപയോഗം ഞാൻ ഇതിനകത്ത് സേവ് ചെയ്തു. നമ്മുടെ എയറിൻ്റെ അതേ ഒരു സ്പെക്കിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോയും എടുത്തത്. നമുക്ക് ഈ ഒരു പ്രോ എടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെർമൽ ആ ഒരു ഒരു ബാലൻസിങ്ങും അതിനൊക്കെ വേണ്ടി നമ്മൾ ഈ ഒരു സാധനം എടുത്തതേ ഉള്ളൂ. അതുപോലെ നമ്മുടെ മാക്ബുക്ക് എയർ ആയിരുന്നപ്പോൾ 13.6 ആ ഒരു ഇതായിരുന്നു നമുക്ക് അതിനകത്ത് ഡിസ്പ്ലേ വന്നത്. നമുക്ക് ഈ ഒരു പ്രോയിലേക്ക് വരുമ്പോഴത്തേന് 14.2
ഇഞ്ചിൻ്റെ ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേ വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു പ്രോയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് XDR ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. കുറച്ചും കൂടെ നല്ലൊരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഇമേജിൻ്റെ ഷാർപ്നെസ്സും കുറച്ചും കൂടെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നല്ലൊരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സ്ക്രീനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ നമുക്ക് വേറെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എയർ ആയിരുന്നപ്പോൾ നമുക്ക് 35 വാട്ട്സിൻ്റെ ഡ്യുവൽ പോർട്ടുള്ള ആ ഒരു ചാർജിങ് ബ്ലോക്കായിരുന്നു നമുക്ക് വന്ന്. ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു 70 വാട്ട്സിൻ്റെ ചാർജിങ് ബ്ലോക്കാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ എന്താ പറയുക, 4 പെർഫോമൻസ് കോറും അതുപോലെ 6 എഫിഷ്യൻസി കോറൊക്കെ തന്നെയാണ് നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് വരുന്നത്. അല്ലാണ്ട് ഭയങ്കരമായ വേറെ ചേഞ്ചസ് നമ്മൾ എയറിൽ നിന്ന്, നമ്മുടെ പ്രീവിയസ് എയർ ആട്ടോ ഞാൻ പറയുന്നത്, എയറിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഹ്യൂജ് ഡിഫറൻസ് ഒന്നും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും ന്യൂറൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടെക്നോളജി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് ഇതിനകത്തോട്ട് വരുന്നുണ്ട്. അതുപോലെ ബാൻഡ് വിത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ചെറിയൊരു ജമ്പ് നമുക്ക് ഇതിനകത്തോട്ട് വരുന്നുണ്ട്. എൻ്റെ ഒരു ഐഡിയ കറക്റ്റ് ആണെങ്കിൽ 120 ആയിരുന്നു അതിൻ്റെ ബാൻഡ് വിത്ത് നമുക്ക് 120 ആയിരുന്നു നമുക്ക് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് വന്നുകൊണ്ടിരുന്നത്. നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും എൻ്റെ ഒരു അഗെയിൻ 153 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഇതിനകത്ത് ബാൻഡ് വിഡ്ത്ത് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ്സിൽ നമ്മളൊരു ഹ്യൂജ് ജമ്പ് വന്നിട്ടുണ്ട്. ശരിക്കും ഒരു 500 നിറ്റ്സ് ആയിരുന്ന നമ്മുടെ ഒരു എയറിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേനും 1600 നിറ്റ്സ് ബ്രൈറ്റ്നസ്, പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻ വന്നിട്ടുണ്ട്. അതായത് 120 ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉള്ള സ്ക്രീനാണ് നമുക്ക് ഇതിനകത്ത് വന്നേക്കുന്നത്. അതൊരു ഹ്യൂജ് ജമ്പാണ്. മീൻസ് നമുക്ക് ആ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ 120 FPS എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിവൈസിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഹൈറ്റ് ഡിഫറൻസ് അതുപോലെ വെയിറ്റ് ഡിഫറൻസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഹൈറ്റ് ഡിഫറൻസും അതുപോലെ വിഡ്ത്ത് ഡിഫറൻസ് ഒന്നും അല്ല നമുക്ക് ഇതിനകത്ത് കൂടുതൽ വന്നേക്കുന്നത്. നമുക്ക് ഇതിനകത്ത് കൂടുതൽ വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റിൻ്റെ ഡിഫറൻസ് ആണ്. വെയിറ്റ് നമുക്ക് അത്യാവശ്യം നല്ലൊരു ജമ്പ് വന്നിട്ടുണ്ട്. നമുക്കൊരു 10-200 ഗ്രാമിൻ്റെ ഒക്കെ നമുക്ക് ഇതിനകത്ത് ജമ്പ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് സൗണ്ടിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. സൗണ്ടിൽ നമുക്ക് സ്പീക്കറിൻ്റെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു എയറിലൊക്കെ ആയിരുന്നപ്പോൾ 4 ആയിരുന്നു, 4 സ്പീക്കറിൻ്റെ ആ ഒരു സിസ്റ്റം ആയിരുന്നു. ഇതിനകത്തോട്ട് നമുക്ക് വരുമ്പോഴത്തേനും നമുക്കൊരു 6 സ്പീക്കറിൻ്റെ ഒരു സിസ്റ്റമാണ് നമുക്ക് ഇതിനകത്തോട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വരുന്നത് ഇത് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എയറിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോഴത്തേനും ഡിഫറൻസ് ഉണ്ട്. നമ്മൾ കാര്യമായ ഡിഫറൻസ് ഇല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മെമ്മറിയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്തൊക്കെ നമുക്ക് സ്ലൈറ്റ് ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഒബ്വിയസ്ലി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമുക്കിതിനകത്ത് ക്യാമറയിൽ ഡിഫറൻസ് വരുന്നില്ല. നമുക്ക് സെയിം ആ ഒരു 1080pൻ്റെ നമുക്ക് ആ ഒരു ക്യാമറ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് പോയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ബാറ്ററിയിൽ ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഇതിനകത്തോട്ട് വരുന്നുണ്ട്. നമുക്കൊരു ചെറിയൊരു 1 മണിക്കൂറിൻ്റെയൊക്കെ ഏകദേശം നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു എന്താ പറയുക, നമുക്ക് ഈ ഒരു പ്രോയിൻ്റെ M5 പ്രോയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് കൂടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാറ്ററീൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്. നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഡിഫറൻസ് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് എടുക്കുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് നമുക്ക് അതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് Wi-Fi 6 ആണ്. നമുക്ക് ആ ഒരു എയറിലാണെങ്കിലും നമുക്ക് ആ ഒരു Wi-Fi 6 തന്നെയാണ് നമുക്ക് ഇതിനകത്തോട്ട് വന്നത്. നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോൾ Wi-Fi 6E ആ ഒരു ഇത് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഡിഫറൻസ് ചാർജിങ്ങിൻ്റെ നമുക്ക് ഇതിനകത്ത് 96 വാട്ട്സിൻ്റെ നമുക്ക് ചാർജിങ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു മാക്സിമം ഇൻപുട്ട് നമുക്ക് 96 വാട്ട്സിൻ്റെ നമുക്ക് ചാർജർ വരെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ചാർജിങ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ആ എയറിലേക്കൊക്കെ ആയിരുന്നപ്പോൾ നമുക്ക് 70 വാട്ട്സിൻ്റെ മാക്സിമം നമുക്ക് അതിനകത്ത് ബ്ലോക്കായിരുന്നു, ചാർജിങ് ബ്ലോക്കൊക്കെ ആയിരുന്നു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനത്തെ കുറച്ച് ജമ്പുകളൊക്കെ നമുക്കിങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്രോയിലേക്ക് വന്നപ്പോഴത്തേനും പ്രോ ആണല്ലോ, അപ്പോൾ നമുക്ക് പ്രോയിൻ്റെതായ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രോയിലേക്ക് വന്നപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് പ്രൈസിലും ഡിഫറൻസ് ഉണ്ട്. എയറിൽ നിന്ന് പ്രോയിലേക്ക് വരുമ്പോഴത്തേനും പ്രൈസിലും ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഏകദേശം നാട്ടിലെ ഒരു എമൗണ്ട് എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. നമുക്ക് ഇവിടേക്കൊക്കെ വരുമ്പോഴത്തേനും $400 ഒക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. നാട്ടിൽ വരുമ്പോഴത്തേനും ഞാൻ ഒരു റഫ് കണക്ക് കൂട്ടാനാണെങ്കിൽ ഒരു 20-30 ആ ഒരു റേഞ്ചിൽ നമുക്ക് അതിനകത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണം മീൻസ് അതിൻ്റെയൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. അപ്പം നമ്മുടെ എന്താ പറയുക പ്രൈസിങ്ങിൽ ആ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഡിഫറൻസ് ആണ് നമുക്ക് ഇതിനകത്ത് വന്നേക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു M5ൻ്റെ പെർഫോമൻസ് എങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് പേപ്പറിൽ ഒരു ജമ്പുണ്ട്.
നമ്മൾ M4 ആയിരുന്നു യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായ ഡിഫറൻസ് നമുക്ക് തോന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എന്തായാലും നമുക്കിതൊന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പരിപാടികളൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് വരുന്നതായിരിക്കും. നമ്മൾ മാക്സിമം ഇതിനെ ഇനി എന്തായാലും മുതലെടുത്ത് നമുക്ക് ഇതിൻ്റെ എന്താ പറയുക എല്ലാ സാധനങ്ങളും ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ എന്തായാലും പറയുന്നതിന് നിങ്ങൾക്ക് എന്തൊക്കെ ഇതിനകത്തുനിന്ന് എന്തൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. ഞാൻ എന്തായാലും അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കമ്മിങ് വീഡിയോസിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങളൊക്കെ നമ്മൾ എന്തായാലും കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ആ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.